അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ക്രൈസ്തവ സമൂഹത്തിന്റെ വിശുദ്ധ കുർബാന അവർ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് നമുക്ക് അവർ തന്നെ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടുനോക്കാം. ബലിയർപ്പകനും ബലിവസ്തുവുമായിട്ട് വന്ന ഒരാളുടെ ബലിയർപ്പണമാണ്, ഒരു ദൈവത്തിന്റെ ബലിയർപ്പണമാണ് നമ്മൾ ഓരോ ദിവസവും കൊണ്ടാടുന്നത്. ത്രന്തോസ് സൂനകദോസ് പറഞ്ഞത് എന്താണെന്നറിയാവോ? ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ നടന്നത് എന്താണോ അത് തന്നെയാണ് ഓരോ ബലിപീഠത്തിലും നടക്കുക എന്നാണ് പറഞ്ഞത്. ഈശോ രക്തം ചിന്തിക്കൊണ്ട് കാൽവരി മലയിൽ അർപ്പിച്ച ബലിയുടെ രക്തം ചിന്താതെയുള്ള പുനരവതരണമാണ് എൻ്റെ ഈശോ കാൽവരി മലയിൽ സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ട്. ആട്ടിൻകുഞ്ഞുമായിട്ടൊന്നുമല്ല വന്നത്, ബലിയർപ്പിക്കാനുള്ള വസ്തുവായിട്ടൊന്നുമല്ല വന്നത്. അവൻ തന്നെ അർപ്പിക്കപ്പെട്ട ബലിയുടെ പുനരവതരണം ഒരു വൈദികന്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടക്കുന്നതിനെയാണ്, ഇതിനെ ഒരു ബലിയാണ് എന്ന് നമ്മൾ പറയുക. ഇത് സെന്റ് ജോർജ് ബസേലിക്ക അങ്കമാലി പള്ളി വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്ലാസ് അവർ പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൽ ഈ ഫാദർ പറയുന്നത്, അവർ വിശ്വസിക്കുന്ന ദൈവമായിട്ടുള്ള യേശു സകല മനുഷ്യരുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ച ആ സംഭവത്തിന്റെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന. വാസ്തവത്തിൽ ഈ കുർബാന എന്താ സംഭവം? മനുഷ്യരുടെ പാപമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ദൈവപുത്രനായിരുന്ന യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് കുർബാന. തൻ്റെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാകുന്നത് കത്തോലിക്ക പ്രോട്ടസ്റ്റൻ്റ് സഭകളുടെ ആചാരങ്ങളിലും ദൈവശാസ്ത്രത്തിലുമുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ പോലും ഗ്രഹിക്കാതെയാണ് പൊതുജനത്തെ പഠിപ്പിക്കുന്നത് എന്നാണ്. കത്തോലിക്കർ മാത്രമാണ് ക്രിസ്ത്യാനികളെന്ന തെറ്റായ ഒരു ധ്വനിയും തൻ്റെ പ്രസ്താവനയിലുണ്ട്. കത്തോലിക്കരോട് ദൈവശാസ്ത്രപരമായും ആചാരപരമായും യോജിക്കാത്ത എത്രയോ സഭാവിഭാഗങ്ങൾ ലോകത്തിലുണ്ട്. അവരെല്ലാം കത്തോലിക്ക കുർബാനയോട് യോജിക്കുന്നവരല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ തെറ്റിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. കുർബാന ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ ആചരിക്കലാണ് എന്നാണ് ഈസ പറയുന്നത്. എന്നാൽ വീഡിയോയിൽ ആ കത്തോലിക്ക അച്ഛൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കത്തോലിക്ക കുർബാന ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തിൻ്റെ ആവർത്തനവും രക്തരഹിത ബലിയും ആണെന്നാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കത്തോലിക്ക കുർബാന ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തിൻ്റെ ആവർത്തനം, രക്തരഹിതമായ ബലിയർപ്പണം, അതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ കത്തോലിക്ക വിശ്വാസികൾക്ക് അപ്പം മാത്രം കൊടുക്കുന്നത്, വീഞ്ഞു കൊടുക്കാതിരിക്കുന്നത് രക്തരഹിതമായ ബലിയായതുകൊണ്ടായിരിക്കണം. ഏതായാലും അങ്ങനെ വീഡിയോയിൽ പറഞ്ഞ കാര്യം പോലും ഗ്രഹിക്കാൻ കഴിയാതെ ഈസ സെൽഫ് ഗോൾ അടിച്ചു നിൽക്കുകയാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും ശരിയായ ഉപദേശവും എന്താണ്? അത് കർത്തൃമേശയുടെ ആചരണമാണ്, അല്ലാതെ കുർബാനയല്ല. കർത്തൃമേശ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവോളം അവൻ്റെ കാൽവരിയിലെ കുരിശുമരണത്തെ പ്രസ്താവിക്കുന്ന ഓർമ്മയാചരിക്കലാണ്, അല്ലാതെ കുരിശുമരണത്തിൻ്റെ ആവർത്തന ബലിയല്ല. ഈ വ്യത്യാസം മനസ്സിലാക്കുവാൻ ഈസായ്ക്ക് കഴിഞ്ഞിട്ടില്ല, അത് പലർക്കും കഴിയുന്നില്ല. അപ്പോൾ കർത്തൃമേശ എന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയാചരിക്കലാണ്. കുർബാന എന്നത് ക്രിസ്തുവിൻ്റെ മരണത്തെ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു ശ്രമമാണ്, ആവർത്തിക്കുന്ന ബലിയാണ് എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചരിത്രത്തിൽ ഒരിക്കലായി സംഭവിച്ചതും ഇനി ആവർത്തിക്കാൻ കഴിയാത്തതുമായ യേശുവിൻ്റെ കുരിശുമരണത്തെ കുർബാനയിലൂടെ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്ന തരത്തിലുള്ള ദുരുപദേശമാണ്. അത് പ്രൊട്ടസ്റ്റന്റ് സഭകൾ ദുരുപദേശമായിട്ട് തന്നെയാണ് കരുതുന്നത്. സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി പ്രായശ്ചിത്തമായി കാൽവരി ക്രൂശിൽ യേശു മരണശിക്ഷ അനുഭവിച്ചു എന്ന ചരിത്ര സത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷ ലഭിക്കുന്നു എന്നതാണ് ബൈബിളിൻ്റെ പ്രമാണം.
മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല, യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ മാത്രം ലഭിക്കുന്ന ദൈവത്തിൻ്റെ ഔദാര്യമായ കൃപയിലൂടെ മാത്രമേ മനുഷ്യരക്ഷ സാധിക്കൂ എന്ന് ബൈബിൾ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ അടിസ്ഥാന ബൈബിൾ പ്രമാണത്തെ, സത്യത്തെ പല നിലയിലും പല തരത്തിലും നിഷേധിക്കുകയാണ് കത്തോലിക്ക, ഇസ്ലാമിക മതങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാം ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, യേശു ആചരിച്ച പെസഹ എന്ന സംഭവമാണ് കർത്തൃമേശ എന്നത്. യേശുവിൻ്റെ കുരിശുമരണം മറ്റൊരു ചരിത്ര സംഭവമാണ്. പെസഹ എന്ന ആചാരത്തിൻ്റെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ കുരിശുമരണം. കുർബാനയിൽ ഈ രണ്ട് സംഭവങ്ങളെയും കൂട്ടിക്കുഴയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ പറയാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യമാണ് കാൽവരിയിലെ യേശുവിൻ്റെ ബലി രക്തരഹിതമായി തുടർച്ചയായി അർപ്പിക്കുക എന്നത്. വിശ്വാസികൾ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യണമെന്ന് യേശു പറഞ്ഞ കാര്യം എന്നത് എന്താണ്? അനേകരുടെ പാപമോചനത്തിനായി യേശുവിൻ്റെ ശരീരം തകർക്കപ്പെടുകയും രക്തം ചിന്തപ്പെടുകയും മരിക്കുകയും ചെയ്തു എന്ന ചരിത്ര സത്യം കർത്തൃമേശ ആചരിക്കുന്നതിലൂടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോളം പ്രസ്താവിക്കുകയും ഓർക്കുകയും ചെയ്യുക എന്നതാണ്. അതാണ് നാം കർത്തൃമേശയിലൂടെ ചെയ്യണമെന്ന് ബൈബിൾ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യാതെ പറയാത്ത കാര്യം പറയാത്തതുപോലെ ചെയ്യുന്ന കത്തോലിക്ക ദൈവശാസ്ത്രവും ആചാരവും തെറ്റാണ്, അത് തിരുത്തേണ്ടതാണ് എന്നാണ് നമ്മുടെ വാദം.